അല്ലാതെ കഴിഞ്ഞ 2 ചർച്ച നടന്നതുപോലെ ആയിരിക്കരുത് എന്ന് ഞങ്ങൾക്ക് വളരെ ഉറച്ച ബോധ്യമുണ്ട്. അതിനകത്തെ ഇനി ചർച്ച നടക്കുകയുള്ളൂ എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്തിനും ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കണം? അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് 100% വിശ്വാസമുണ്ട്. ഓണറേറിയം വർധനവും അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വിഷയങ്ങളും 62 വയസ്സിൽ പിരിച്ചുവിടാനുള്ള ഉത്തരവ് പിൻവലിക്കാവുന്ന ആ ഡിമാൻഡും പിരിച്ചുവിടുന്ന ആളുകൾക്ക് പിരിഞ്ഞു പോകേണ്ടി വരുന്ന സമയത്ത് വിരമിക്കൽ ആനുകൂല്യം പെൻഷനും അടക്കമുള്ള കാര്യങ്ങളാണ് ഞങ്ങളുടെ ഏറ്റവും സുപ്രധാനമായ ഡിമാൻഡുകൾ. ആ ഡിമാൻഡ് സംസ്ഥാന സർക്കാരാണ് പരിഗണിക്കേണ്ടുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന സർക്കാർ തന്നെയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ ആയിരിക്കണം ചർച്ച. കാരണം ഈ സമരം സെറ്റിൽ ചെയ്യാനാണല്ലോ ചർച്ച നടക്കുന്നത്. സമരം സെറ്റിൽ ചെയ്യണമെങ്കിൽ സമരസമിതി മുന്നോട്ട് വച്ചിരിക്കുന്ന ഡിമാൻഡുകൾ പരിഹരിക്കുന്നതോടുകൂടി സമരം സെറ്റിൽ ചെയ്യപ്പെടാൻ പറ്റുകയുള്ളൂ. മറ്റു ട്രേഡ് യൂണിയനുകളെ വിളിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. സമരം തീരുന്നത് ഞങ്ങൾ ആദ്യമേ പ്രഖ്യാപിച്ചു. സമരസമിതിയുമായി വെച്ചിരിക്കുന്ന ഡിമാൻഡുകൾ കൃത്യമായി ചർച്ച ചെയ്ത് സമരസമിതിക്ക് കൂടിയാലോചിച്ച് ആ തീരുമാനങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ അത് അംഗീകരിച്ച് അതൊരു ഉറപ്പായിട്ട് ലഭിക്കണം. അത് കേവലം ചർച്ച ചെയ്തു പറഞ്ഞു എന്നതുകൊണ്ട് ഞങ്ങൾ പിരിഞ്ഞു പോകില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓണറേറിയത്തിൻ്റെ മാനദണ്ഡങ്ങൾ പിൻവലിച്ചു എന്ന് വാർത്താക്കുറിപ്പ് ഇറക്കുകയും അത് ഉത്തരവായി വരുമ്പോൾ അതിൻ്റെ മാനദണ്ഡങ്ങൾ ഇൻസെൻറ്റീവിനകത്ത് ഉൾപ്പെടുത്തുകയും കൂടുതൽ ഗുരുതരമായൊരു ഉത്തരവാണ് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് വ്യക്തതയുള്ള ഉത്തരവ് കൂടി ലഭിച്ചിട്ട് മാത്രമേ ഈ സമരപ്പന്തൽ വിട്ട് ഞങ്ങൾ പോവുകയുള്ളൂ. തീർച്ചയായിട്ടും ഈ രംഗത്ത് ആശാവർക്കറുമായി ബന്ധപ്പെട്ടുള്ള ട്രേഡ് യൂണിയൻ രംഗത്തുള്ള സംഘടനകളെ കൂടെ വിളിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളോട് അറിയിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് അതിനകത്തൊന്നും വ്യത്യസ്ത അഭിപ്രായമില്ല. മറിച്ച് ഞങ്ങളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യണം, ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് അഭിപ്രായമുള്ളൂ. ഈ സർക്കാർ ചില വിട്ടുവീഴ്ചകൾ തയ്യാറാവുകയാണെങ്കിൽ സമരസമിതിയും അത്തരത്തിലൊരു വിട്ടുവീഴ്ചയ്ക്ക് എന്തെങ്കിലും തയ്യാറാവുക? വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ഡിമാൻഡുകൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ദിവസം 232 രൂപ കൊണ്ട് ഇനി ജോലി ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഡിമാൻഡ്. അതിനകത്ത് വിട്ടുവീഴ്ച എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു സമരത്തിൻ്റെ ടേബിളിൽ വരുന്ന കാര്യങ്ങളാണ്. അത് നമുക്ക് ഇവിടെ ഇരുന്ന് നമുക്ക് ആലോചിക്കാനോ പറയാനോ പറ്റുന്ന കാര്യമല്ല. അത് ചർച്ചയ്ക്കിടയിൽ മാത്രം വരുന്ന കാര്യങ്ങളാണ്. അതായത് ചർച്ച കൊണ്ട് മാത്രമല്ല, ഉത്തരവ് വന്ന ശേഷമേ സമരപ്പന്തലിൽ ഒരു മടക്കമുള്ളൂ. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പ്രഖ്യാപനങ്ങളോ ഞങ്ങൾക്ക് ഉറപ്പുകളോ അല്ല വേണ്ടുന്നത്. അത് ഉത്തരവായി. കാരണം എല്ലാം തന്നെ ഉത്തരവായിട്ടാണ് വരുന്നത്. നിലവിലുള്ള കാര്യങ്ങൾക്കെല്ലാം ഉത്തരവുണ്ട്. 700 രൂപ 7000 രൂപ എന്ന് പറയുന്നതിനൊരു ഉത്തരവുണ്ട്. അതിന് മാനദണ്ഡങ്ങൾക്ക് ഉത്തരവുണ്ട്. പിരിച്ചുവിടാൻ ഉത്തരവുണ്ട്. വിരമിക്കൽ ആനുകൂല്യം ഒന്നും തന്നെ തരാതെ പിരിച്ചുവിടാനുള്ളൊരു ഉത്തരവിരിക്കെ ഞങ്ങളെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങൾക്കും ഉത്തരവ് വളരെ പരമപ്രധാനമാണ്.